ഹായ്. അപ്പോൾ അതേ നമ്മൾ ക്ലാസ് കിട്ടും. പിന്നെ അമ്മച്ചി ഇപ്പോൾ വരും. നമ്മളിവിടെ ഒരു ബന്ധു വീട്ടിൽ പോവാം. ക്ലാസ്സിനോട് അടുത്തൊരു ബന്ധു വീട്ടിൽ പോവാം. ഇന്ന് ലാസ്റ്റ് പീരീഡ് ഇല്ലായിരുന്നു, മൂന്നാമത്തെ പീരീഡും ഇല്ലായിരുന്നു. ഇത് വന്നോ നോക്കട്ടെ. പോകാം. ഇല്ല, ഇന്നില്ല, വരുന്നേ ഉള്ളൂ. കോളേജിനടുത്ത് എത്താറായി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വരുമായിരിക്കും. അവർ വരുന്നേ ഉള്ളൂ, വരട്ടെ. പിന്നെ ഇല്ല, നാളെ എന്തൊക്കെയോ കോമ്പറ്റീഷൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ക്രിസ്മസ് കോമ്പറ്റീഷൻസേ. ഞാൻ നാളെ ചിലപ്പോഴേ വരത്തുള്ളൂ. ഞാൻ കോമ്പറ്റീഷൻസിലൊന്നും ഇല്ല. അപ്പോൾ ക്ലാസ് ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. അതൊന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ നാളെ വരത്തില്ല. പിന്നെ പോയിട്ട് മറ്റൊരു സെലിബ്രേഷൻ, അതിന് ഞാൻ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നാളെ പോലെ എനിക്ക് ഇന്ന് പോലെ എനിക്ക് ലീവാണ്. അറിയത്തില്ല കേട്ടോ, നോക്കട്ടെ. മറ്റന്നാൾ എന്തായാലും ഞാൻ വരത്തില്ല, ക്രിസ്മസ് സെലിബ്രേഷനാണ്. നാളത്തെ കാര്യം കോമ്പറ്റീഷൻസൊക്കെ ഏതൊരു ക്ലാസ് ഉണ്ടോ ഇല്ല നമ്മൾ ഉറപ്പിച്ചിട്ട് ക്ലാസ്സിൽ ഞാൻ വരില്ല. വെറുതെ വന്നിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ ഗൂഗിൾ മാപ്പ് ഒഴിച്ചിട്ടുണ്ടോ, അവിടെ കൊണ്ട് നിർത്തി, കണ്ടത്തി കൊണ്ടിട്ട്. എന്താല്ലേ ഒരു വേസ്റ്റ് കൂലിയാണോ അമ്മേ? ഗൂഗിൾ മാപ്പ് എന്തൊരു ആക്യുറേറ്റ് അല്ലേ. ഇതിന്റെ കണ്ണ് കൃഷ്ണമണി എന്താ വെളുത്തിരിക്കുന്നത്? അതായത് ഇത് സാധാരണ ഈ വെള്ളക്കണ്ണാന്നാ വിചാരിച്ചത്. പിന്നെ അവിടെ ഡോക്ടറെ കാണിച്ചു. പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാര്യമ്പാടി കൊണ്ടുപോയി. പിറ്റേ ദിവസം ഒന്നുമല്ല, അന്ന് തന്നെ ഉണ്ട്. കാര്യമ്പാടി പിറ്റേ ദിവസം കൊണ്ടുപോയി. അല്ല, അപ്പൊ അന്നേരം അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ? അന്നേരം പിന്നെ അവര് പറഞ്ഞു എത്രയും പെട്ടെന്ന്. ഞാൻ കുറെ കൂടി ചെറുപ്പമല്ലേ. അല്ല, അതിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ 5-ാം ദിവസം മധുരയിൽ എത്തിച്ചു. ഞാനും അച്ഛനും അല്ലേ, മമ്മി, ചേട്ടനും വിജയനും കൂടെ പോയി. ചേച്ചി റിസർച്ച് എടുക്കുന്നതിന് മമ്മിക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അന്നേരം ഡോക്ടർ പറഞ്ഞത് വെച്ചാൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന ആളെ കാണാൻ ബുദ്ധിമുട്ടാണ്. 2.5 വയസ്സിൽ ഒരു സർജറി ചെയ്തായിരുന്നു അവിടെ തന്നെ ഉള്ളു. പിന്നെ ബെറ്ററായി. കാഴ്ച കുറയുന്നില്ല, കൂടുന്നുമില്ല, അങ്ങനെയാണ് നിൽക്കുന്നു. പിന്നെ ആയുർവേദ പേപ്പറിലുണ്ടായിരുന്നല്ലോ കാഴ്ച വരുന്നവർക്കുള്ള എന്തോ ഒരു ഇത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ. അത് അവരേതാണ്ട് കണ്ണറയത് ഇനി കൊണ്ടുപോകാൻ ഒരു സ്ഥലമില്ല. അല്ല, ആയുർവേദം ചെയ്ത പിന്നെ ഈ വെട്ടൽ കുറെ കുറഞ്ഞത്. മറ്റേത് ഇങ്ങനെ കിടന്ന് വെട്ടിക്കൊണ്ടിരിക്കുമല്ലായിരുന്നു. ശ്രീധരൻ, പിന്നെ ഇരിങ്ങാലക്കുട മറ്റേ ഷീലാസ്. അതെ അതെ. പിന്നെ വേറെ എവിടെ അന്യാഴ്ച അവിടെ കൊണ്ടുപോയി. അത് ഫ്രോഡായിരുന്നു. അത് ഫ്രോഡായിരുന്നു. എന്റെ ഒരു സാറ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്, അത് പക്ഷെ ആർക്കും അറിയത്തില്ലല്ലോ. എന്റെ ഒരു സാറ് ചെയ്തിട്ട് പുള്ളിക്കാരന്റെ കാഴ്ച പോയി. ജെസ്സി പറഞ്ഞായിരുന്നില്ല, ഞാൻ ജെസ്സിക്ക് അയച്ചു കൊടുത്തു. ഇതിങ്ങനെ കണ്ടപ്പോയോ ഓന് ഉപകാരപ്പെടുമല്ലോന്ന് വിചാരിച്ചു. പുള്ളിക്കാരനോട് പറഞ്ഞു കാഴ്ച വേണേ പോണ്ടെന്ന്. പിന്നെ എൻ്റെ ഓഫീസ് തന്നെ, നമ്മുടെ കോളേജിൽ തന്നെ ഒരു ഓഫീസ് സ്റ്റാഫ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ കാഴ്ച പോയി എന്ന് പറഞ്ഞാൽ ഒരു നിഴല് പോലെ ആയിപ്പോയി, ഒരു ഇരുട്ട് പോലെ വന്നു പോയി. ആ, എല്ലാരും ഒന്നും പുറത്തു പറയത്തില്ലല്ലോ. കുറെ പേർക്കൊക്കെ മാറ്റം വരുന്നുണ്ട്. നമ്മളറിഞ്ഞപ്പോ 2 സംഭവമായി. പിന്നെ നമുക്കൊരു പേടി പിടിച്ചു പോയി. ഞങ്ങൾ അന്നേരം ഇത് 14 വർഷമായില്ല. സാധാരണ പട്ടിയൊക്കെ 10-12 വർഷമൊക്കെ. കൊയിലുണ്ടായിരുന്നു ഒരു പട്ടി, ബ്ലാക്ക് കളർ. അങ്ങനെ എന്നെ പ്രായമായിരുന്നു. ഒരു 12 വയസ്സായപ്പോ ചത്തുപോയി. അത് ആയുഷത്തിൽ ചത്തതല്ല, അത് പുറത്തു പോയപ്പോ പ്ലാസ്റ്റിക് കവർ വിഴുങ്ങി ചത്തുപോയി. അതല്ലേ സാധാരണ ജീവിക്കുള്ളൂ.
ആ വീട്ടില് നല്ല പട്ടികൾ ഉണ്ടായിരുന്നല്ലോ അവിടെ ആ, നമ്മള് ഒരു പ്രത്യേകത ഇതിപ്പോ സഭയതുപോലെ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരങ്ങായിട്ടുണ്ട്. ഞങ്ങൾ അതിന് പ്രത്യേകം ബിരിയാണി വെക്കുമായിരുന്നു. ഈ ലിവർ വാങ്ങിച്ചിട്ട് ബിരിയാണി അങ്ങനെ ഈ ലിവർ ചേർക്കാം, ഉപ്പൊന്നും ഇടാതെ. ഇവക്കും അതേപോലെ പാർട്സ് മഞ്ഞപ്പൊടി ഇടണം നല്ലോണം. വീട്ടിലെ പപ്പ ഇത് തന്നെ, പപ്പ പോയപ്പിന്നെയുള്ള അങ്ങനെ ഇത് മേടിക്കാൻ പപ്പ അവിടെ സ്ഥിരം അവിടെ കോഴിക്കാടിനോട് മഞ്ഞപ്പൊടി, പച്ചരി, ഈ കോഴിക്കാട് ആദ്യം ഇടും മഞ്ഞപ്പൊടി. കുറച്ചരി ഇട്ടിട്ട് ഞാനുള്ളപ്പം എന്നെയും കൂടും, ഉണ്ണിക്കുട്ടാ നമുക്കൊന്ന് മുക്ക് വരെ പോവാന്ന് പറയും. എന്നിട്ട് എന്നെയും കൂട്ടി നേരെ അവിടെ കവലയിൽ പോയിട്ട് അവിടെ ഒരു കടയുണ്ട് ചേട്ടൻ്റെ, ഒരു ഷാജി ചേട്ടൻ എന്നുണ്ട്. പുള്ളിക്കാരൻ എടുത്തു പോയിട്ട് ഷാജി നമ്മുടെ മറ്റേ കോഴിക്കാലുണ്ടോന്ന് ചോദിക്കും, ഒരു പേപ്പറിൽ പൊതിഞ്ഞ് മേടിക്കും, വീട്ടിൽ വന്ന് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതിന്റെ ആദ്യം വിട്ടു വരണം. അത് തന്നെ നഖം വെട്ടി അത് പുള്ളിക്കാരൻ തന്നെ സെറ്റാക്കി ചോറിനകത്തിട്ടിട്ട് ഞങ്ങൾ മുക്കിന് പൂ കിടക്കി. ലിവർ വാങ്ങുക, ലിവർ വാങ്ങിച്ച് ലിവർ ഹോർമോണാന്ന് പറയുന്നുണ്ട് ഇവര് കോഴിക്കാല. ഞാൻ ലിവറാ കോഴിയുടെ അല്ല പശുവിന്റെ ലിവർ വാങ്ങുക. ലിവർ സ്ഥിരം ബീഫിന്റെ ലിവർ വാങ്ങിച്ച് 14 കൊല്ലം വളർത്തി. ഇവക്ക് സെബ ഇടക്കാലം വരെ കഴിക്കുമായിരുന്നേ, കരള് കഴിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ മത്തി ഇല്ലേ, മത്തി വേവിച്ചോ അല്ലെ വറുത്തോ കൊടുത്തോ കഴിക്കുമായിരുന്നു. അപ്പം നമ്മുടെ അച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ പെറ്റ് ഫുഡ് കൊടുത്തു. പെറ്റ് ഫുഡ് കൊടുത്തു, പുള്ളിക്കാരേക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ അതേ കഴിക്കത്തുള്ളൂ. അതുവരെ പാല് വരെ രാവിലെ അമ്മ എഴുന്നേൽക്കുമ്പോ അമ്മയുടെ കൂടെ അടുക്കളയിൽ പോയിട്ട് പാല് മേടിച്ചു കുടിക്കും സ്ഥിരം. ഞങ്ങള് പെഡിഗ്രി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പെഡിഗ്രി ഉണ്ടല്ലോ, അതും വാങ്ങിക്കാം. പിന്നെ ഞങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യുമായിരുന്നു. ഇതിനും ചെയ്യും, എല്ലാ വർഷമുണ്ട്, വർഷത്തിലൊന്ന് വാക്സിനേഷൻ ഉണ്ട്. പിന്നെ ഡി വാർഡിനുള്ള ടാബ്ലറ്റ് കൊടുക്കുമായിരുന്നു. രോമം ബ്രഷ് ചെയ്തിട്ട് രണ്ടാഴ്ച കൂടുമ്പോ ഒന്ന് കുളിപ്പിക്കും. പോവാം സമയമായി. ഇവിടെ നിന്ന് അവിടെ എത്രയെങ്കിലും 9:30 9 ആവും. 8:30 ആവും. കുഞ്ഞുങ്ങൾ വരുമ്പോ പിന്നെ അവരെ കൊണ്ട് വരുമ്പോ നേരത്തെ രാവിലെ വരണം. കിട്ടുമെന്ന് തന്നെ തോന്നില്ല, എങ്ങനെയാന്ന് തന്നെ അറിയത്തില്ല. മോള് പറഞ്ഞു വരുന്നുണ്ടെന്ന്, ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോഴാ എങ്ങനെയാ ലൂലൂലൊക്കെ പോകത്തില്ല അവര് വരുമ്പോ. ഇപ്പോ സമയമില്ല. അന്ന് പിന്നെ എന്തോ അത്യാവശ്യം വേണമായിരുന്നു, അങ്ങനെ കണ്ടുപോയത്. അവിടെ ഉള്ള ലുലു ഇവർ താമസിക്കുന്നതിന്റെ അടുത്ത് അവരുടെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ഉള്ളതിന്റെ 4-1 കോട്ടയത്ത് ഇന്നലെ ഞാൻ ഓപ്പൺ ചെയ്തത്. അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ലുലു ആയല്ലേ അമ്മ? ഒരുപാട് എസ് ഒന്നും പോയപ്പോ അബുദാബി ഒന്നും പോയില്ല അല്ലേ? ഞങ്ങൾ അതിന്റെ ബോർഡറിലായിരുന്നു താമസം. ഷാജ അജ്മാൻ ബോർഡർ സബ്ക. ഫോട്ടോ മോനെ സന്തോഷം. ഒന്ന് വന്ന എസ്തേറിനെ ഒന്ന് അന്വേഷിക്കണേ. അന്വേഷിക്കാൻ രണ്ടുപേരോടും പോയിട്ട് വരാം കേട്ടോ. പോകുമ്പം നിങ്ങൾക്ക് ഇനി തിരക്കല്ലേ, അന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇനി തിരക്കല്ലേ. പോകുമ്പോ എന്തായാലും ഒന്ന് വിളിക്കും. ശരി, ഞങ്ങളോ വിളിക്കാം. വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവിടാം. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കാന്ന്. അവിടെ ഒരു നേരല്ല, നേരല്ല സ്റ്റെപ്പ്, അത് ഇരുട്ടായതുകൊണ്ട് കാണാത്ത. അയ്യോ, മാഡം ഓപ്പൺ. അപ്പോൾ നമ്മൾ ആ വീട്ടിലൊക്കെ പോയി, നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ അവിടെ ചെന്നപ്പോൾ തൊട്ടുള്ള വീഡിയോ എടുത്തില്ല, കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടാലും എന്നറിയില്ലല്ലോ.
കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പറഞ്ഞത് എൻ്റെ വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് മനസ്സിലായി അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അങ്ങനെയാണ് പിന്നെ വീഡിയോ എടുത്തത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ റൂമിലാട്ടോ. എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. എന്താ നിന്നോടാരെയും കൂടെ കയറാൻ പറഞ്ഞേ? ഒന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങും. ഏയ് ഇങ്ങോട്ട് ഇറങ്ങടി. ഇവിടെ ഈ ജനലിൽ 2-3 കണ്ടു. അപ്പം അതുകൊണ്ട് ഈ റൂമിൽ ഞാനും കയറാറില്ല, ഇവിടെയും കയറ്റാറില്ല. ഇപ്പം അതിക്രമിച്ച് കയറുന്നുള്ളൂ, അതിക്രമിച്ച് കയറാൻ പറ്റുള്ളൂ സാർ. ഇങ്ങനെ അപ്പം നമുക്ക് നമ്മുടെ മുറി പോവാം. ഇത് നമ്മുടെ മുറിയാണ്, തൽക്കാലം നമ്മൾ കിടക്കുന്ന മുറി പോകാം. നക്കാതെ സാർ. ഞാനിപ്പോൾ സൈഡ് റൂമിൽ കിടക്കുന്നത്. ഒരു ദിവസം നിങ്ങളെ വീഡിയോ കാണിച്ചാൽ അവിടെ ബെഡിലാന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം കാണിച്ചിട്ടുണ്ടാ. ഒരാൾ എവിടെ കിടക്കണമെന്ന് അറിയോ? ഞാൻ കാണിച്ചിട്ടാവേ. നോക്കി, ഒരാളെൻ്റെ കാലിൻ്റെ അടി നടക്കുന്നുണ്ടോ? എത്ര സ്ഥലം ഉണ്ടെങ്കിലും പുള്ളിക്കൊരു കമ്പിളിൻ്റെ അടിയിൽ എൻ്റെ കാലിൻ്റെ അടിയിലാണ് വന്ന് നടക്കുള്ളൂ. എന്താല്ലേ, ഭയങ്കര സ്വഭാവമാണ്. അപ്പം ശരി, ഗുഡ് നൈറ്റ്. നാളെ കാണാം. ബൈ.